ഈ പരിശുദ്ധ റബീഉൽ ഞാൻ ഈ പറയാൻ പോകുന്ന 5 വളരെ മഹത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും റബീഉൽ അവ്വൽ കഴിയുന്നതിന് മുമ്പായി ജീവിതത്തിൽ അത് പ്രാക്ടീസ് ആക്കുകയും പതിവാക്കുകയും ചെയ്താൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിനും, മക്കൾക്ക്, കുടുംബാദികൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും അതോടൊപ്പം തന്നെ ജീവിതത്തിലെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ട് കിട്ടാൻ പറ്റുന്ന മഹത്തായ ഒരൊറ്റ വരി മാത്രമുള്ള, നമുക്ക് കാണാതെ പഠിക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു മഹത്തായ സ്വലാത്തും കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ചെയ്ത തെറ്റുകൾ മുഴുവൻ മായ്ക്കപ്പെടും. നമ്മൾ പല സ്വലാത്തുകളുടെയും മഹത്വമായി കേട്ടിട്ടുണ്ട്. എന്നാൽ ആ മായ്ച്ച തെറ്റുകൾക്ക് പകരമായിട്ട് നന്മകൾ എഴുതപ്പെടുമെങ്കിൽ ആ മനുഷ്യൻ എത്ര ലക്കിയായിരിക്കും, ആ മനുഷ്യൻ എത്ര ഭാഗ്യവാനായിരിക്കും. ഇൻഷാ അല്ലാഹ് അതിന് പറ്റുന്ന ഒരു സ്വലാത്ത് പഠിച്ചാലോ. നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ കടലിലെ തിരമാലകളോളം ഉണ്ട് എങ്കിലും അതൊക്കെ മായ്ച്ചു കളയും. ഓക്കെ, അതിനോടൊപ്പം തന്നെ ആ മായ്ച്ചു കളഞ്ഞ തെറ്റുകൾക്ക് പകരം നന്മകൾ അഡീഷണലായി നമുക്ക് നൽകും. ഇൻഷാ അല്ലാഹ് അതിന് പറ്റുന്ന ഒരു സ്വലാത്ത് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കാണാം, കേൾക്കാം, പഠിക്കാം, അതിന്റെ മഹത്വങ്ങളും മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, പല ആളുകളും പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകുമാറാകട്ടെ, എല്ലാവരുടെയും സങ്കടങ്ങൾ തീർത്തു തരുമാറാകട്ടെ, മനസ്സിന് സന്തോഷമുള്ള നല്ല കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റബീഉലിന്റെ 3ാമത്തെ പകലിലാണ് നമ്മളുള്ളത്. റബീഉൽ അവ്വൽ മാസം കടന്നു വന്നത് മുഅ്മിനീങ്ങൾക്ക് വലിയ സന്തോഷമാണ്, നമ്മുടെ ഖൽബിനൊക്കെ വലിയ ആനന്ദമാണ്. കാരണം നമ്മുടെ നേതാവിന്റെ മാസത്തിലാണ് നമ്മളുള്ളത്. അവിടുന്ന് ഈ ലോകത്തേക്ക് പിറവി കൊണ്ട മാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം ആ നേതാവിനെ അനുസരിച്ച് ജീവിക്കുന്ന നല്ല അടിയങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്താണ് ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റം? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, 2 ദിവസം നമ്മൾ കഴിഞ്ഞുപോയി. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഇനി റബീഉൽ അവ്വൽ കഴിയുന്നത് വരെ എന്റെ ജീവിതത്തിൽ ഞാൻ മാറ്റിയെടുക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ എന്റെ ഈ റബീഉൽ അവ്വൽ നഷ്ടപ്പെട്ടു പോകും, മുത്തുനബി തങ്ങളുടെ പൊരുത്തം കിട്ടാതെ പോകും. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഒരു തവണ ചൊല്ലിയാൽ ലക്ഷക്കണക്കിന് തവണ ചൊല്ലിയ കൂലി ലഭിക്കുന്ന, ലക്ഷക്കണക്കിന് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, ലക്ഷക്കണക്കിന് ദറജകൾ ഉയർത്തപ്പെടുന്ന മഹത്തായ ഒരു സ്വലാത്ത് കൂടി നമുക്ക് പഠിക്കാം. പല ആളുകളും ചോദിച്ചതുണ്ട്, ഉസ്താദേ റബീഉൽ അവ്വൽ ആയപ്പോ പ്രത്യേകമായിട്ട് സ്വലാത്തുകൾ എന്തെങ്കിലും ചൊല്ലാനുണ്ടോ, പ്രത്യേകമായ വല്ല ദിക്റുകളും ഉണ്ടോ, പ്രത്യേകമായ വല്ല ദുആയും ഉണ്ടോ ഈ റബീഉൽ അവ്വലിൽ ചൊല്ലാൻ പറ്റിയത്? ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും കൊണ്ടു നടക്കാൻ പറ്റിയ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ, ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും കൊണ്ടു നടക്കാൻ പറ്റിയ മഹത്തായ ഒരു സ്വലാത്ത്, മഹത്തുക്കൾ അവരുടെ ജീവിതത്തിന്റെ വിറുതുകളുടെ കൂട്ടത്തിൽ കണക്കാക്കിയ ഒരു സ്വലാത്ത്. അതായത് എല്ലാ ദിവസവും വിറുത് എന്ന് പറഞ്ഞാൽ മുടങ്ങാതെ ചെയ്തു വരുന്ന സൽക്കർമ്മങ്ങളിൽ പെടുത്തി അവർ ചെയ്തുകൊണ്ടിരുന്ന മഹത്തായ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു നമുക്കത് പൂർണ്ണമായി കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ, മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുണ്യ റബീഉൽ അവ്വലിന്റെ ദിനരാത്രങ്ങൾ വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. നമുക്കറിയാം, ഒന്നിനു പുറമെ ഒന്നായി ഇങ്ങനെ ശ്രേഷ്ഠതകൾ ഉള്ള ഒരു മഹത്തായ മാസമാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ. റബീഉൽ അവ്വലിന്റെ ഏറ്റവും വലിയ മഹത്വമാണ് മുത്ത് നബി തങ്ങളെ ഏറ്റെടുക്കാൻ, വരവേൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത മാസം. അള്ളാഹു തെരഞ്ഞെടുത്ത മാസം എന്ന് പറഞ്ഞാൽ അത്രയേറെ പവിത്രതയുണ്ട്. ആരെ കൊണ്ടുവരാൻ? നബിതങ്ങളെ കൊണ്ടുവരാൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മുത്തുനബിതങ്ങളെ കൊണ്ടുവരാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മാസമായപ്പോൾ ആ മാസത്തിന് വലിയ പവറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മാസത്തെ പരിഗണിക്കണം, ആ മാസത്തെ സൂക്ഷിക്കണം, ആ മാസത്തെ കുറച്ച് ഗൗരവത്തിൽ കാണണം. വെറുതെ നിസാരമായി കണ്ടാ പോരാ. നമ്മൾ പരിശുദ്ധ റമദാൻ എത്തുമ്പോൾ ഒരു പരിഗണന കൊടുക്കാറുണ്ട്, റമദാൻ എത്തുമ്പോൾ ഒരു കൂടുതൽ ഉന്മേഷം കാണിക്കാറുണ്ട്. ഇതേ ഉന്മേഷം പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോൾ നമ്മൾ കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ, നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ മായ്ക്കപ്പെടാൻ, നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ എത്രയുണ്ടെങ്കിലും ശരി അതിന് പകരം നന്മ നൽകാൻ, നോക്കുക, നമ്മൾ ചെയ്ത തെറ്റിനു പകരം ഹസനാത്തുകൾ ലഭിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ദറജകൾ, സ്ഥാനങ്ങൾ കയറാൻ,
നമ്മുടെ കടബാധ്യതകൾ തീർന്നു കിട്ടാൻ, നമ്മുടെ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ ഇല്ലാതെയാകാൻ, അതുപോലെ നമുക്ക് അല്ലാഹു കണക്കാക്കിയിട്ടുള്ള ഷർറുകൾ, ബലാഹുകൾ, മുസീബാത്തുകൾ തട്ടിമാറിപ്പോകാൻ, അത് സിഹറാകട്ടെ, കണ്ണേറുകളാകട്ടെ, അക്രമകാരികളുടെ അക്രമങ്ങളാകട്ടെ, ചതിയന്മാരുടെ ചതിയാകട്ടെ, വഞ്ചനയാകട്ടെ, എന്തായിക്കൊള്ളട്ടെ, നമുക്ക് കണക്കാക്കിയിട്ടുള്ള വല്ല മുസീബത്തും ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിമാറിപ്പോകാൻ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ചേർക്കാൻ നോക്ക്. അതായത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇമാമീങ്ങൾ, നമ്മുടെ മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ, ഇവരുടെയൊക്കെ കൂട്ടത്തിൽ നമ്മെയും ചേർക്കാൻ പറ്റുന്ന, ഇതിനൊക്കെ അപ്പുറം മരിക്കുന്ന സമയം ഈമാൻ സലാമത്തായി മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ, മുത്ത് നബിതങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാൻ, അതുപോലെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു മരിക്കാൻ അവസരം ലഭിക്കാൻ, ഖബർ രക്ഷപ്പെടാൻ, ഖബറിൽ നിന്നുമുള്ള എഴുന്നേൽക്കുന്ന സമയം രക്ഷപ്പെട്ട് കിട്ടാൻ, മഹ്ശറിന്റെ രംഗങ്ങൾ രക്ഷപ്പെടാൻ, മീസാനിൽ നന്മയുടെ ഭാഗത്ത് കനം കൂടാൻ, സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ തുടങ്ങി ഈ പറയാൻ പോകുന്ന സ്വലാത്തിന്റെ മഹത്വങ്ങൾ കേട്ടാൽ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയൊരു സ്വലാത്തിന് നൽകുന്ന ഇത്രയും വലിയ പ്രതിഫലം, ഇത് ചൊല്ലി അനുഭവിച്ച, ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നേടിയ മഹാന്മാരായ സ്വഹാബത്ത്, മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ അഖ്താബുകൾ, മഹാന്മാരായ ഇമാമിങ്ങൾ അവരുടെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന വിറുദുകളുടെ കൂട്ടത്തിൽപ്പെട്ട മഹത്തായ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പുണ്യ റബീഇൽ, ഈ പരിശുദ്ധ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില സൽക്കർമ്മങ്ങളുണ്ട്, ചില അമലുകൾ. ഈ സ്വലാത്ത് ചൊല്ലുന്നതിന് മുമ്പ് ചില സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പരിശുദ്ധ മാസത്തിന്റെ ഓരോ ദിവസങ്ങൾക്കും വലിയ പവറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ ഒരു ചെറിയ സങ്കടം നമ്മുടെ കൽബിൽ വേണം. ഒരു ചെറിയ സങ്കടം, റബ്ബേ എനിക്ക് ഇത് മുതലാക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഈ സങ്കടം മാറാനുള്ള വകുപ്പും നമ്മൾ ചെയ്യണം. അതിനാണ് ഞാൻ ഈ സ്വലാത്ത് പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പറയാം. അപ്പോ ഓരോ ദിവസവും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ ഒരു ചെറിയ സങ്കടം നമ്മുടെ കൽബിൽ വേണം. അല്ലാഹുവേ, എന്നിൽ നിന്ന് മഹത്തായ ഒരു ദിവസമാണല്ലോ കൊഴിഞ്ഞുപോയത്, എനിക്കിത് മുതലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളെ നമ്മൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? സാധാരണ ദിവസങ്ങളെ പോലെയല്ല ഈ ദിവസങ്ങളെ കാണേണ്ടത്. മറിച്ച് എല്ലാ ദിവസവും ഒരു പുതുമ നമ്മളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ പ്രത്യേക പരിഗണനയോടുകൂടി ഉണ്ടാവണം. അതായത് എല്ലാ ദിവസവും രാവിലെ ഇപ്പൊ വീട്ടിലുള്ള ഉമ്മമാര്, സഹോദരിമാരാണെങ്കിൽ മക്കളെ വിളിച്ചുണർത്തുന്നു, ഭർത്താവിനെ വിളിച്ചുണർത്തുന്നു. അത് പ്രത്യേകിച്ച് നമ്മൾ സാധാരണഗതിയിൽ ഇല്ലാത്തതുപോലെ ഒരു പ്രത്യേക പരിഗണനയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, അവരെ വിളിച്ചുണർത്തുക എന്ന് പറഞ്ഞാൽ ഇത് റബീഉൽ അവ്വൽ മാസമാണ്, മുത്തുനബി തങ്ങളുടെ മാസമാണ്. ഇന്ന് നിങ്ങൾ സുബഹി നിസ്കരിക്കണം. പലപ്പോഴും നമ്മുടെ വീടുകളിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം അവിടെയാണ്. നമ്മുടെ വീടുകളിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അതാണ്. നമ്മൾ ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മളുടെ മക്കൾ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് കിടന്നുറങ്ങുന്നുണ്ടാവും. ഇനി ഭർത്താവാണെങ്കിൽ ഭർത്താവ് ചിലപ്പോൾ പള്ളി പോകുന്ന ആളായിരിക്കും, പക്ഷെ ഭാര്യ കിടന്നുറങ്ങുന്നവളായിരിക്കും. അല്ലെങ്കിൽ മാതാപിതാക്കൾ നിസ്കരിക്കുന്നവരാണ്, പക്ഷെ മക്കളും മരുമക്കളും ഒക്കെ ആ സമയത്ത് കൂർക്കം വലിച്ചുറങ്ങുന്നവരാണ്. നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് പിന്നെ ബർക്കത്തുണ്ടാകുക? ഇനി എത്ര വലിയ ബർക്കത്തുള്ള ദിവസമാണെന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധ ദിനങ്ങളിൽ അവരെ നേരത്തെ എഴുന്നേൽപ്പിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. അവിടുന്ന് വളരെയേറെ ഗൗരവം കാണിച്ചൊരു വിഷയമാണ് നിസ്കാരത്തിന്റെ വിഷയം. അതുകൊണ്ട് തന്നെ സുബഹിയുടെ സമയം പ്രത്യേകം പരിഗണിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം എന്താണെന്നറിയോ, ഈ ദിവസങ്ങൾ നമ്മൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ മക്കളെയും അതുപോലെ നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ കുടുംബാദികളെയൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ ഈ നിസ്കാരം ഉള്ളവരാക്കി, നിസ്കരിക്കുന്നവരാക്കി, നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നവരാക്കി മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിനങ്ങളിൽ അല്ലാഹു അവരെ അങ്ങനെ കബൂലാക്കി കളയും. എങ്ങനെ? ഈ നിസ്കാരമുള്ളവരാക്കി, നല്ല ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങളാക്കി കളയും. ഇത് മഹാന്മാര് പഠിപ്പിച്ചെന്ന മഹത്തായ ഒരു മാതൃകയാണ്. കാരണം നബി തങ്ങളെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ആ ചെയ്യുന്നത്. മുത്ത് നബി തങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നാളെ അവിടുത്തെ ശുപാർശ കിട്ടണം, അവിടുത്തെ അടിയങ്ങളായി പോയി നിൽക്കേണ്ടവരാണ് എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ അങ്ങോട്ട് കബൂലാക്കും.
അള്ളാഹു ഭാഗ്യം നൽകുമാറായിട്ട്. ഒന്നാമതായി ചെയ്യേണ്ട പരിപാടി അതാണ്. എന്ത്? നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ സുബഹി നിസ്കാരത്തിന് എഴുന്നേൽക്കുന്ന വിഷയമാണ് പറഞ്ഞത്. എഴുന്നേൽക്കുന്ന കൂടെ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബാദികളെ, നമ്മളുമായി കഴിയുന്ന ആളുകളെയും കൂടെ എന്ത് ചെയ്യുക? സുബഹിക്ക് വേണ്ടി ഉണർത്തുക. മക്കളല്ലേ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് കരുതരുത്. മക്കളല്ലേ നാളെ എന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടവരാണെന്നുള്ള ചിന്തയിലാവണം നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, സുബഹി നിസ്കാര ശേഷം കുറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലുള്ള ഒരു പേജെങ്കിലും നമ്മൾ പാരായണം ചെയ്യണം. കൂടുതലൊന്നും ഓതാൻ അറിയില്ല, എന്നാലും അറിയുന്ന ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും നമ്മൾ പാരായണം ചെയ്യണം. ഒരാൾ പറയാണ്, ഉസ്താദ് എനിക്ക് സൂറത്തുൽ ഫാത്തിഹ മാത്രമേ അറിയുള്ളൂ. എന്നാൽ നിസ്കാര ശേഷം ആ ഫാത്തിഹ എങ്കിലും ഒരു തവണയെങ്കിലും നിർബന്ധമായും ഓതണം. ഓതുന്ന സമയത്ത് ഇതെന്റെ നബിതങ്ങൾക്ക് ഇറക്കി കൊടുത്ത പരിശുദ്ധ കലാമാണ് എന്നുള്ള നല്ല ചിന്തയിൽ ഓതണം. കാരണം അവിടെയും നമ്മൾ പരിഗണിച്ചതായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നോക്കുക, അപ്പോ നിസ്കരിക്കാൻ നിസ്കരിക്കുമ്പോൾ പരിഗണിക്കുന്ന എന്താ? നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരം. അതുകൊണ്ട് ഞാൻ നിസ്കാരത്തിൽ എഴുന്നേൽക്കുന്നു, എന്റെ മക്കളെ ഉണർത്തുന്നു, ഈ നിയ്യത്തോടുകൂടി അവരെ വിളിച്ചുണർത്തി ആ ദിവസത്തെ നമ്മൾ പരിഗണിച്ചു. രണ്ടാമതായി നിസ്കാര ശേഷം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത സമ്മാനമാണ് പരിശുദ്ധ ഖുർആൻ. ലഖദ് വന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി. നബിതങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഗ്രന്ഥത്തെ നബിതങ്ങളാണ് നമുക്ക് നൽകിയത്. അള്ളാഹിന്റെ ഹബീബാണ് നമുക്ക് ഖുർആൻ നൽകിയത്. അപ്പോ ഖുർആൻ മുത്തുനബിതങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ്, അതിൽ നിന്ന് ഒരു പേജെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. ഇനി സൂറത്ത് യാസീൻ ഓതാൻ അറിയുന്നവരാണെങ്കിൽ അവർക്ക് യാസീൻ ഓതാം. ഇനി അതല്ലാത്ത മറ്റേതെങ്കിലും ചെറിയ സൂറത്തുകൾ ഓതാൻ അറിയുന്നവരാണ്, തബാറക്ക് സൂറത്ത് ഓതാൻ അറിയുന്നവരാണെങ്കിൽ അത് ഓതാം. ഇനി അതിന്റെ വാക്കിയ സൂറത്ത് ഓതാൻ അറിയുന്നവരാണ് ഏതാണോ നിങ്ങൾക്ക് അറിയുന്ന സൂറത്ത്. ഇനി അതൊന്നും അറിയില്ല, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തെ അറിയുള്ളൂ. എന്നാൽ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു 10 തവണ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓദിക്കും. അതിന് മറ്റൊരു നേട്ടം കൂടിയുണ്ട്. 10 തവണ ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ അവർക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം കിട്ടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം, ഖുർആനിൽ നിന്നുള്ള ഒരു പേജെങ്കിലും പാരായണം ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, പരിശുദ്ധ റബീഉൽ അവ്വൽ നമുക്കൊക്കെ അറിയാം, ഒരു പ്രത്യേക പരിഗണന നമ്മൾ നൽകണം. റമദാൻ എത്തുമ്പോൾ നമ്മുടെ വീടുകളൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കാറുണ്ട്, നമ്മുടെ വീടുകളൊക്കെ സുഗന്ധം പൂശാറുണ്ട്. റബീഉൽ അവ്വലിലും നമ്മളത് ചെയ്യണം. നമ്മുടെ വീടുകളൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കണം. കാരണം റബീഉൽ അവ്വലിൽ ഒരുപാട് സ്വലാത്തുകൾ മദീനയിലേക്ക് എത്തുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ അവരുടെ മുത്തുനബി തങ്ങളുടെ ഉമ്മത്തികളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മാസം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടുകളിൽ നിന്നും നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലുന്ന സമയങ്ങൾ, സ്ഥലങ്ങൾ, അതുപോലെ തന്നെ വ്യക്തികൾ, ഇതൊക്കെ നബി തങ്ങളുടെ മുമ്പിൽ കാണിക്കപ്പെടും. ആ സമയത്ത് നമ്മൾ ചൊല്ലുന്ന സ്ഥലവും പരിസരവും നമ്മളുടെ വീടുകളും ഒക്കെ വൃത്തിയുള്ളതായി കണ്ടാൽ മുത്തുനബി തങ്ങൾക്ക് വലിയ മഹബ്ബത്താണ്. കാരണം അത്തഹൂറു ശത്റുൽ ഈമാൻ, നബി തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. ശുദ്ധി നിങ്ങളുടെ ഈമാനിന്റെ ഒരു ഭാഗമാണ്, അത് കാത്തു സൂക്ഷിക്കണം. അപ്പൊ നമ്മുടെ വീടുകൾ വൃത്തിയായി സൂക്ഷിക്കുക. അടിച്ചുവാരി വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യാം? വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിടുക. അതോടൊപ്പം തന്നെ മുൻഗാമികൾ ചെയ്തിരുന്ന ഒരു പ്രത്യേക പരിഗണനയാണ് വെളിച്ചം ഉണ്ടാക്കുക. അതായത് വീടുകളിൽ ഒരു പ്രത്യേക പരിഗണനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക? ഒരു വെളിച്ചം ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മളിപ്പോൾ നാടുകളിലൊക്കെ വളരെ സുലഭമായി ലൈറ്റുകളൊക്കെ കിട്ടാറുണ്ട്. പറ്റുന്ന ആളുകൾ പരിശുദ്ധ റബീഉൽ അവ്വൽ 12 ആകുന്നതിന് മുമ്പെങ്കിലും, ഇന്നേ പറ്റിയില്ല എങ്കിൽ ഇന്നേ കഴിയുന്ന ആളുകൾ ഇന്നേ ചെയ്യുക. പറ്റുന്ന ആളുകൾ ഒരു മാനബൾബെങ്കിലും വിളിച്ച്, അല്ലെങ്കിൽ ഒരു ലൈറ്റെങ്കിലും, ഒരു പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ഇതൊരു പ്രത്യേക മാസമാണ് എന്ന് മറ്റുള്ളവർക്ക് അറിയുന്ന രൂപത്തിൽ ഈ മാസത്തെ പരിഗണിച്ചുകൊണ്ട് ഒരു വെളിച്ചം നമ്മളുടെ വീടുകളിൽ എന്ത് ചെയ്യുക? പ്രകാശിപ്പിക്കുക. ഈ സ്വലാത്ത്, ഞാൻ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് സ്വലാത്ത് ചൊല്ലുന്നത് കാരണം അവരുടെ വീടുകൾ അള്ളാഹുവിന്റെ അടുക്കൽ പ്രകാശിക്കപ്പെടും. ആകാശ ലോകത്തെ മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രകാശിച്ചു കാണുന്നതാണ്. മലക്കുകൾ ചോദിക്കും, എന്താണ് ഈ പ്രകാശം? ഇന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് സ്വലാത്ത് ചൊല്ലിയതിന്റെ പ്രകാശമാണ്. അപ്പൊ അത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രകാശിക്കും. നമ്മുടെ പുറത്തുള്ള പരിസരത്തുള്ള നമ്മളുടെ സഹോദരങ്ങൾക്ക് ഈ ഒരു മാസം പരിഗണിക്കേണ്ട മാസമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു അടയാളം, അതിനാണ് എന്ത് ചെയ്യുക? ഒരു ലൈറ്റെങ്കിലും പ്രത്യേകമായി നമ്മൾ എന്ത് ചെയ്യുക? പരിഗണിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസത്തെ പരിഗണിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ലൈറ്റ് തൂക്കാം. അത് കത്തിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ മാല ബൾബ് പോലെ തൂക്കിയിടാൻ പറ്റുന്ന, അതിന്റെ മസാല ചോദിക്കേണ്ട ഉസ്താദെ, മാല പോലെ തൂക്കിയിടണോ, അതല്ല നേരെ വെച്ച് കത്തിക്കണോ, അതല്ല ചരിച്ചു വെച്ച് ഭിത്തിയിൽ ഒട്ടിച്ച് കത്തിക്കണോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാം. അതിലൊന്നും ഇസ്റാഫില്ല. കാരണം മഹബ്ബത്തിന്റെ വിഷയത്തിൽ എന്തില്ല?
ഒരു ഇസ്റാഫ് എന്നുള്ള ഒരു പദപ്രയോഗം നടത്താൻ കഴിയില്ല. കൂടിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. നബി തങ്ങളെ എത്ര സ്നേഹിക്കണം എന്നുള്ളത്, നബി തങ്ങളുടെ വിഷയത്തിൽ എത്ര സ്നേഹിക്കണം എന്നുള്ളത് ഒരു പരിധി നിശ്ചയിക്കാൻ പറ്റൂല. കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾക്ക് എത്രയാണോ നബി തങ്ങളെ പിൻപറ്റാൻ പറ്റുന്നത്, എത്രയാണോ അവിടുത്തെ മഹബ്ബത്ത് വെക്കാൻ പറ്റുന്നത്, അത്രയും നിങ്ങൾ ചെയ്തോ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹൂ. നിങ്ങൾ സന്തോഷിച്ചോ. നിങ്ങൾക്ക് എത്രയാണോ സന്തോഷിക്കാൻ പറ്റും അത്രയും നിങ്ങൾ സന്തോഷിച്ചു. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര മാല ബൾബ് തൂക്കണം, 2 മതിയോ 3 മതിയല്ല, നമ്മെ കൊണ്ട് എത്രയാണോ പറ്റുന്നത് അത്രയും തൂക്കി. അതിന് 1 പറ്റുള്ളൂ, മതി. മുത്തുനബി തങ്ങളെ പരിഗണിച്ചിട്ടാണല്ലോ ആ തൂക്കിയത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അതിന്റെ ഒരു പോരിശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ഖബർ പ്രകാശിക്കാൻ, നമ്മുടെ മഹ്ശറ പ്രകാശിക്കാൻ, നമ്മൾ ആ മഹ്ശറിൽ ചെന്ന് നിൽക്കുന്ന സമയം കൂരിരുട്ടാണെങ്കിൽ അവിടെ വെളിച്ചം നൽകാൻ നമുക്കതൊക്കെ ഈ സൽക്കർമ്മങ്ങളൊക്കെ കാരണമായി തീരും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ വിഷയങ്ങൾക്കപ്പുറം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ദിവസവും ഒരു ഹിക്കായത്തെങ്കിലും മൗലിദ് ഓതുക. നമ്മളറിയാം, മൻകൂസ് മൗലിദ് ഓതുന്നവരുണ്ട്, ഷറഫല്ലര മൗലിദ് ഓതുന്നവരുണ്ട്, അതുപോലെ തന്നെ ബർസഞ്ചി മൗലിദ് ഓതുന്നവരുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് മൗലിദുകൾ നമ്മുടെ മൗലിദ് കിതാബുകളിലുണ്ട്. മൗലിദ് കിതാബുകളൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ വർഷങ്ങളായ ആൾക്കാരുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാനുള്ള ഭാഗ്യം നൽകുമാറാട്ടെ. ചിലപ്പോ നമ്മുടെ വീടിന്റെ ഷെൽഫിലൊക്കെ പൊടി പിടിച്ചിരിക്കുന്നുണ്ടാവും, പകുതിയും ചെതല് തിന്നിട്ടുണ്ടാകും. ഒന്നൊക്കെ എടുത്ത് തട്ടി നോക്കിയിട്ട് ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പാരായണം ചെയ്യുക. ഇതൊക്കെ നമുക്ക് കൂലിക്കുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകാൻ കാരണമാണ്. മഹാന്മാരായ ആളുകൾ, മുൻഗാമികളൊക്കെ ജീവിതത്തിൽ വല്ല മുസീബത്തുകളും വന്നു കഴിഞ്ഞാൽ മൗലിദ് നേർച്ചയാക്കുകയും മൗലിദ് ഓതുകയും അതിൽ നിന്ന് പരിഹാരം നേടുകയും ഒക്കെ ചെയ്തത് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രത്തിൽ കാണാം. വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അതുപോലെയുള്ള മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഇതുപോലെ തീപിടുത്തമുണ്ടായ ഒരു കടപ്പുറത്ത് തീപിടുത്തമുണ്ടായി. അവിടുന്ന് പറഞ്ഞു കൊടുത്തൊരു പരിഹാരമാണ്, നിങ്ങൾ മൗലിദ് എന്ത് ചെയ്യണം, പതിവാക്കണം. മൗലിദ് പാരായണം പതിവാക്കണം. അത് അവർ പതിവാക്കി, ആ നാട്ടുകാർ പതിവാക്കിയപ്പോൾ എന്ത് ചെയ്തു, ആ തീപിടുത്തം, അവിടെ നടന്ന മുസീബത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, തട്ടിമാറ്റി കൊടുത്തു. എന്നാൽ അവർ നിർത്തിയ സമയത്തോ, അവരത് മുടക്കിയ സമയത്ത് വീണ്ടും അതുപോലെ പരീക്ഷണം വരികയും വീണ്ടും മൗലിദിലേക്ക് തിരിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക കാബിൽ ലഭിച്ചത് ഒരുപാട് അനുഭവങ്ങൾ മലപ്പുറത്തിന്റെ മക്കൾക്ക് പറയാനുണ്ട്. ഇല്ലേ? ഇതുപോലെ എത്രയോ മുഅ്മിനീങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നേടിയത് പരിശുദ്ധ മദ്ഹുകൾ കൊണ്ട്, സ്വലാത്തുകളെ കൊണ്ട് പറയാനുണ്ട്. അള്ളാഹു നമ്മുടെ ജീവിതത്തിലും അതിനുള്ള ഭാഗ്യം നൽകട്ടെ. ഒരു സ്ഥിരമായി ചൊല്ലുന്ന ആളുകൾ, മുഴുവൻ ഓതുന്ന ആളുകളുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മെ നന്നാക്കി തീരുമാറാകട്ടെ. ഇനി മുഴുവനായി ഓതാൻ കഴിഞ്ഞില്ല എങ്കിലും ഇന്ന് മൻകൂസ് മൗലിദിന്റെ ആദ്യത്തെ ഫസിൽ, ആദ്യത്തെ ആ ഹിക്കായത്ത് നമ്മൾ ഓതി. അതുപോലെ അതിന്റെ ബൈത്തും അന്തത്തുലു ബൈനനാണെന്ന് തുടങ്ങുന്ന ആ ബൈത്ത് നമ്മൾ ചൊല്ലി. ഓക്കെ, നാളെ 2ാമത്തെ ഫസിൽ നമ്മൾ ഓതി. അതിന്റെ ബൈത്ത് യാ റബ്ബി സ്വല്ലി അല നബി മുഹമ്മദി എന്ന് തുടങ്ങുന്ന ബൈത്ത് ചൊല്ലി. അങ്ങനെ അതും കഴിഞ്ഞ് 3ാമത്തെ ദിവസം അടുത്ത ബൈത്ത് ചൊല്ലി. ഇങ്ങനെ എന്ത് ചെയ്യാം, ഒരു 3, 4, 5 ദിവസം കൊണ്ട് എന്ത് ചെയ്തു, മൻകൂസ് മൗലിദ് മുഴുവനായി ചൊല്ലി തീർത്തു. ഇനി മുഴുവനായി ചൊല്ലി തീർത്തിട്ട് എന്ത് ചെയ്യാം, നമ്മളൊരു ദുആ, നമ്മുടെ മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിരുത്തിയിട്ട്, നമ്മുടെ ഭർത്താവിനെ ഒരുമിച്ച് കൂട്ടി, നമ്മുടെ ഭാര്യയെ ഒരുമിച്ച് കൂട്ടി, നമ്മുടെ കുടുംബാദികളെ ഒരുമിച്ച് കൂട്ടിയിരുന്ന് ഇന്ന് ഷറഫുൽ അനാമിന്റെ മൗലിദ് ദുആയാണ്, അല്ലെ മൻകൂസ് മൗലിദിന്റെ ദുആയാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരുന്ന ഒരു ചെറിയ ദുആ. അതിനകത്ത് തന്നെ മൗലിദ് കിതാബിൽ തന്നെ ഒരു ദുആ ഉണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഒരു ദുആയാണ്. നമ്മുടെ മുസീബത്തുകളൊക്കെ തട്ടിമാറാനുള്ള ഒരു ദുആയാണ്. അതുകൊണ്ട് തന്നെ ആ ദുആ പരിഗണിച്ചുകൊണ്ട് വൃത്തിയായി എന്ത് ചെയ്യുക, ചൊല്ലുക. ഇങ്ങനെ ഒരു 5 ദിവസം കൂടുമ്പോൾ ഒരു മൗലിദ് നമുക്ക് തീർക്കാൻ കഴിയും. ഇങ്ങനെ എന്ത് ചെയ്യുക, ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹദിയ ചെയ്യുക. ഈ പരിശുദ്ധ സ്വലാത്തുകൾ, മദ്ഹുകൾ കാരണം നാളെ നമ്മൾ രക്ഷപ്പെട്ടു കിട്ടും. അൽഹംദുലില്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം, ഇന്നു മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളാണ് പറഞ്ഞത്. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളെയും നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളെയും ഇത് ശീലിപ്പിക്കുകയും ചെയ്യണം. നമ്മുടെ മക്കളെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ കുടുംബാദികളെ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അവരെ കൊണ്ട് ചെയ്യിക്കുകയും മക്കളെയൊക്കെ മൗലിദ് ഓതുന്ന മക്കളാക്കി മാറ്റണം. കാരണം എന്തേ, നാളെ മരിച്ച് നമ്മളും മണ്ണറയിൽ കിടക്കുമ്പോൾ നമ്മുടെ അടുക്കൽ വന്നിരുന്നുകൊണ്ട് മുത്തുനബി തങ്ങളുടെ പേര് ഇവർ മദ്ഹ് ചൊല്ലുമ്പോൾ, ബൈത്തുകൾ ചൊല്ലുമ്പോൾ അതിന്റെ മിസ്ല് സവാബ് കാരണം ഒരു സ്വലാത്ത് ചൊല്ലിയ, നിങ്ങൾ നോക്കി, പരിശുദ്ധ പ്രവാചകർ നബിതങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു ഖബർസ്ഥാനിലൂടെ നടന്നുപോയി. ആ ഖബറാളികളിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ശിക്ഷയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്റ്റോപ്പ് ചെയ്തു. എന്തേ കാരണം, ഈ പോയ വ്യക്തി പോകുന്ന സമയത്ത്
ഒരു സ്വലാത്ത്, ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ ഖബറാളികൾക്ക് റബ്ബേ നീ ഇതിന്റെ പ്രതിഫലം കൊടുക്കണേ എന്ന് ഹദിയ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം കാരണമായി ആ ഖബറാളികളുടെ മുഴുവൻ ശിക്ഷയെയും അല്ലാഹു റദ്ദ് കളഞ്ഞു. നോക്കി, അല്ലാഹു തട്ടിമാറ്റി കളഞ്ഞു. ആ ശിക്ഷ മുഴുവൻ ഒഴിവാക്കി കളഞ്ഞു, ക്യാൻസൽ ചെയ്തു. അത്രയും പവറുണ്ട് എന്തിന്? സ്വലാത്തിന്. അപ്പൊ അതുകൊണ്ട് തന്നെ മദ്ഹുകളും സ്വലാത്തുകളും ചൊല്ലുന്ന നല്ല മക്കളാക്കി നമ്മളുടെ മക്കളെ വളർത്തണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം മുതൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സ്വലാത്ത് ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഈ സ്വലാത്തിന്റെ ശ്രേഷ്ഠതയും ഞാൻ പറഞ്ഞു തരാം. اللهم صل وسلم وبارك على سيدنا محمد عدد خلقك ورضا نفسك وزنة عرشك ومداد كلماتك. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, പല ആളുകൾ കേൾക്കാത്തവരും ഉണ്ടാവും, അറിയുന്ന ആളുകളാണ് എങ്കിലും ഇത് കൊണ്ട് നടക്കണം. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാതെ ഇൻഷാ അല്ലാഹ് കൊണ്ടു നടക്കണം. എന്റെ ശ്രേഷ്ഠത ഞാൻ പറഞ്ഞുതരാം. اللهم صل وسلم وبارك على سيدنا محمد عدد خلقك ورضا نفسك وزنة عرشك ومداد كلماتك. അള്ളാഹുവെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്, ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. റബ്ബേ മുടങ്ങാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം നിങ്ങൾക്കറിയണം. ദുനിയാവിൽ കിട്ടുന്ന 7 വമ്പൻ നേട്ടങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ദുനിയാവിൽ വെച്ച് കിട്ടുന്ന 7 വമ്പൻ നേട്ടങ്ങൾ, അതിലൊന്നാണ് നമ്മൾ ചെയ്തു കൂട്ടിയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും പൊറുക്കാൻ ഈ ഒരു സ്വലാത്ത് മതി. ചെയ്തു കൂട്ടിയ എത്ര വലിയ കഠിനമുള്ള തെറ്റാണെങ്കിലും ശരി, എത്ര കാഠിന്യമുള്ള തെറ്റാണെങ്കിലും ശരി, തിരമാലകൾ പോലെ അധികരിച്ച തെറ്റാണെങ്കിലും ശരി, പർവ്വതങ്ങൾ പോലെ വലിയ തെറ്റുകളാണെങ്കിലും ശരി, അതൊക്കെ മായ്ച്ചു കളയാൻ ഈ സ്വലാത്ത് പതിവാക്കിയാൽ മതി എന്ന് മഹാന്മാര് പറയുകയാണ്. നോക്കുങ്ങൾ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ പൊറുക്കാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? എനിക്ക് പറയാൻ പറ്റൂ സ്വലാത്തുണ്ട് എന്ന്. ഇങ്ങനെ ഓരോരുത്തർക്കും പറയാൻ കഴിയണം. ഈ സ്വലാത്തുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അപ്പോ ചെയ്തു കൂട്ടിയ മുഴുവൻ തെറ്റുകളെയും മായ്ച്ചു കളയാൻ ഈ ഒരൊറ്റ സ്വലാത്ത് മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പല ആളുകളും ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അതുകൂടെ പറയാലോ, പല ആളുകളുടെയും സംശയമാണ്, അങ്ങനെ കുറെ സ്വലാത്ത് ചൊല്ലിയിട്ട് എന്തു തെറ്റും ചെയ്യാലോ? കള്ളു കുടിക്കുന്ന ഒരാൾ, അയാൾ കള്ളു കുടിച്ചുകൊണ്ട് നടക്കാൻ കൂടെ സ്വലാത്തും ചൊല്ലുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, മറ്റ് വഞ്ചന ചതിയും കാണിക്കുന്ന ആള്, അയാൾ അങ്ങനെ നടക്കുകയാണ്, അതിന് കൊടുത്ത് കുറെ സ്വലാത്തും ചൊല്ലുന്നുണ്ട്. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാ, ഈ പാവങ്ങളൊക്കെ പൊറുക്കാൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതിയല്ലോ എന്ന് സംശയം ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തട്ടെ, ഈ സ്വലാത്ത് പതിവാക്കുന്ന ആൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ വലിയ നേട്ടം എന്താണെന്നറിയോ? തെറ്റു ചെയ്യാനുള്ള മനസ്സിനെ അള്ളാഹു എടുത്തു കളയും. മനസ്സിലായോ? തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, മാനസികാവസ്ഥകൾ അള്ളാഹു നീക്കി കൊടുക്കും. പിന്നെ എങ്ങനെ ആ മനുഷ്യൻ തെറ്റ് ചെയ്യുക? തെറ്റ് ചെയ്ത തെറ്റുകൾ മുഴുവൻ പൊറുക്കപ്പെടും. രണ്ടാമതായി കിട്ടുന്ന നേട്ടം, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തെറ്റാണെങ്കിലും ശരി, ഇനി ചെയ്തു പോകുമെന്ന തെറ്റാണെങ്കിലും ശരി, ആ ചെയ്യാനുള്ള സർവ്വ സാഹചര്യങ്ങളെയും അള്ളാഹു ഒഴിവാക്കി കളയും. ഒരു മനുഷ്യന് തെറ്റു ചെയ്യാൻ സാഹചര്യം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ അയാൾ തെറ്റ് ചെയ്യുക? കള്ളു കുടിക്കാനുള്ള അവസരമൊന്നുമില്ല, എന്നാ പിന്നെ എങ്ങനെ അയാൾക്ക് കള്ളു കുടിക്കാൻ കഴിയുക? ആരെയും വഞ്ചിക്കാനോ ചതിക്കാനുള്ള അവസരമില്ല, എന്നാ പിന്നെ എങ്ങനെ അയാൾക്ക് അതിന് കഴിയുക? ആരെയും കൊല്ലാനുള്ള അവസരമില്ല, പിന്നെ എങ്ങനെ ഒരാൾ കൊല്ലുക? ആരെയും എന്ത് ചെയ്യുക, ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ ഉള്ള അവസരങ്ങളൊന്നുമില്ല, അയാൾ പിന്നെ എങ്ങനെ തെറ്റ് ചെയ്യുക? ആരുടെയും ഗീബത്ത് പറയാൻ, നമീമത്ത് പറയാൻ, ലേശനി പറയാനൊന്നും ഒരാൾക്ക് അവസരവും സമയവുമില്ല, എന്നാ പിന്നെ എങ്ങനെ അയാൾ ചെയ്യുക? അപ്പോ തെറ്റ് ചെയ്യാനുള്ള അവസരത്തെ തന്നെ അള്ളാഹു എന്ത് ചെയ്യും? ഒഴിവാക്കി കളയും. ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യനോട് ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. നമുക്കൊക്കെ കിട്ടേണ്ട അനുഗ്രഹം അതാണ്. അള്ളാഹുവിനോട് ചോദിക്കണം നമ്മൾ, അള്ളാഹു തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങളെ നീ എന്ത് ചെയ്യണം? തട്ടി മാറ്റണേ. അള്ളാഹു തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ അള്ളാഹു നമ്മൾ തട്ടി മാറ്റി തരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമതായി കിട്ടുന്ന വലിയൊരു നേട്ടം കേൾക്കണം. മൂന്നാമതായി കിട്ടുന്നത്, നമ്മൾ ചെയ്ത തെറ്റുകൾ, ഇപ്പോ 1 ലക്ഷം തെറ്റൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ ചെയ്ത തെറ്റുകൾ 1 ലക്ഷം ഉണ്ട് എന്ന് കരുതാം. 1 ലക്ഷം ഒന്നുമല്ല, ഒരുപാട് തെറ്റുകളുണ്ട്. അള്ളാഹു പൊരുത്തപ്പെട്ട് തരുമാറാകട്ടെ. അള്ളാഹു നീ മാപ്പ് ചെയ്തു തരണേ. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ. അപ്പൊ 1 ലക്ഷം തെറ്റുണ്ട് എന്ന് കരുതുക. എന്നാൽ ഈ 1 ലക്ഷം തെറ്റുകൾ അള്ളാഹു മായ്ച്ചു കളയും എന്ന് നമ്മൾ പറഞ്ഞു. ഈ മായ്ച്ചു കളയുക മാത്രമല്ല, നമുക്ക് മൂന്നാമതായി കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? ഈ മായ്ച്ചു കളഞ്ഞ തെറ്റുകൾക്ക് പകരമായിട്ട് നന്മകളെ അള്ളാഹു എഴുതും. ഓക്കെ, അപ്പൊ 1 ലക്ഷം തെറ്റ് ചെയ്തതിന്റെ അക്കൗണ്ടിലേക്ക് ഈ 1 ലക്ഷം തെറ്റ് മായ്ച്ചു. ഓക്കെ, അവിടെ കാലിയാകുകയല്ല, അവിടെ ഒഴിവാകുകയല്ല, മറിച്ച് ആ തെറ്റുകൾക്ക് ബദലായിട്ട് അവിടെ പകരമായിട്ട് 1 ലക്ഷം നന്മകളെ അള്ളാഹു എഴുതി തരുന്നതാണ്. മനസ്സിലായോ? സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ നമ്മൾ ചെയ്ത തെറ്റ് കണക്കനുസരിച്ച് അള്ളാഹു നന്മകൾ എങ്ങനെ നൽകുക? അള്ളാഹു ഇത്ര ഔദാര്യമാനാണെന്ന് അറിയും. കാരണം എന്താ അറിയും? മുത്ത് നബി തങ്ങളുള്ള മഹബത്താണ്.
അള്ളാഹിന്റെ ഹബീബിനോടുള്ള സ്നേഹമാണ് അള്ളാഹു പ്രകടിപ്പിക്കുന്നത്. അതായത് നമ്മൾ വലിയ ആളുകളായതുകൊണ്ടല്ല. അപ്പൊ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ കൽബിലുള്ള ചിന്ത അതാണ്, റബ്ബേ പുന്നാർ നബിതങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. കിട്ടുന്ന വലിയ നേട്ടങ്ങളാണ്. നാലാമത്തെ ഒരു നേട്ടം കേൾക്കാം. നാലാമത്തെ വലിയൊരു നേട്ടം, അള്ളാഹു സുബ്ഹാനഹു വ തആല പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള കണ്ണ് അയാൾക്ക് കൊടുക്കും. നബി തങ്ങളെ കാണാനുള്ള കണ്ണ്. ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഉസ്താദേ നബി തങ്ങളെ കാണാൻ, സ്വപ്നത്തിൽ കാണാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? അള്ളാഹു നമുക്കൊക്കെ കാണാനുള്ള അവസരം നൽകട്ടെ. നമ്മൾ പാപം ചെയ്യുന്ന ആളുകളായതുകൊണ്ടാണ് നമ്മുടെ കണ്ണുകൊണ്ട് നബി തങ്ങളെ കാണാൻ കഴിയാത്തത്. ആ പാപങ്ങളിൽ നിന്നൊക്കെ ഒഴിവായ ഇതുപോലുള്ള സ്വലാത്തുകൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാകാൻ കഴിയും. അങ്ങനെ ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും മുത്തുനബി തങ്ങളെ. കാരണം പാപമില്ലാത്ത കണ്ണുകളിലേക്ക് മുത്തുനബി തങ്ങൾ വരും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അപ്പൊ അതിന് മഹത്തായി സ്വലാത്ത് മതിയായതാണ് എന്ന് മഹത്തുക്കൾ പറയാം. ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നബി തങ്ങളെ കണ്ട എത്രയോ മഹത്തുക്കളുടെ ചരിത്രം പറയാനുണ്ട്. നബി തങ്ങളെ കണ്ട മഹത്തുക്കൾ എത്രയോ ഉണ്ട്. അബ്ദുല്ലാഹിൽ മർസൂഖി തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ പറയുന്നതായി കാണാം, ഞാൻ ഒരുപാട് തവണ നബി തങ്ങളെ കണ്ടത് ഈ സ്വലാത്ത് കൊണ്ടാണ് എന്ന്. ഒരുപാട് തവണ നബി തങ്ങളെ കണ്ടത്, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതിൽ അധികവും കണ്ടത് ഈ സ്വലാത്തിന്റെ പേരിലായിരുന്നു. നോക്കുങ്ങൾ. അപ്പൊ എത്രയോ മഹാന്മാരുടെ ജീവിതത്തിൽ മുത്ത് നബി തങ്ങളെ കണ്ടിരിക്കുന്നു. നമുക്കും കാണാനുള്ള അവസരമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകളും ചോദിച്ചൊരു സംശയത്തിനുള്ള, ചോദ്യത്തിനുള്ള, ഒരു ആഗ്രഹത്തിനുള്ള, ഒരു പ്രതീക്ഷയ്ക്കുള്ള വകുപ്പാണ് എന്ത്? മുത്ത് നബി തങ്ങളെ കാണാൻ കഴിയുമോ എന്ന്. തീർച്ചയായും സ്വലാത്ത് പതിവാക്കിക്കോ. നബി തങ്ങളെ കാണാനുള്ള കണ്ണ് അദ്ദേഹത്തിന് കൊടുക്കും. അങ്ങനെ പറയാനുള്ള ഒരു കാരണമുണ്ട്. നബി തങ്ങളെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അങ്ങനെയല്ല, നബി തങ്ങളെ കാണാനുള്ള കണ്ണ് അയാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുകയല്ല, മറിച്ച് നമ്മളുടെ കണ്ണുകൊണ്ട് ഡയറക്റ്റ് മുത്ത് നബി തങ്ങളെ കാണാൻ പറ്റുമെന്ന്. സുബ്ഹാന ജല്ല ജലാലു. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നമ്മളുടെ ഈ കണ്ണുകൊണ്ട് നബി തങ്ങളെ ഡയറക്റ്റ് ആയിട്ട് കാണാൻ കഴിയും. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ അതിനുള്ള അവസരം നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം നൽകണേ റഹ്മാനെ, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നമ്മൾ ആത്മാർത്ഥമായി ദുആയിരക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് കിട്ടുന്ന വലിയ നേട്ടമാണ്. അഞ്ചാമത്തെ നേട്ടം എന്താണെന്നറിയോ? അഞ്ചാമത്തെ നേട്ടം എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയുടെ കൽബിനെ എന്താക്കും? റിലാക്സ് ഉള്ള കൽബാക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഇല്ലാത്ത, പരിഭവങ്ങളില്ലാത്ത, പരിഭ്രാന്തിയില്ലാത്ത, അലട്ടലുകളില്ലാത്ത, അങ്ങനെ തന്നെ പിരിമുറുക്കങ്ങളില്ലാത്ത ഖാലിസായ കൽബിനുടമയാക്കും. അതാ പറഞ്ഞതിനർത്ഥം. അതായത് ചില ആളുകളുണ്ട്, അവർക്ക് ചിലപ്പോൾ കുറെ കടങ്ങൾ ഉണ്ടാവും, ഓക്കെ, മക്കളെ കുറെ കെട്ടിക്കാനുണ്ടാവും, ഓക്കെ, അല്ലെങ്കിൽ വീടുണ്ടാവൂല, ഓക്കെ, നല്ല ജോലി ഉണ്ടാവൂല. പക്ഷെ അവരെ കണ്ടാൽ ഒരു പ്രയാസവും അവരുടെ മുഖത്ത് തോന്നൂല. അവരെ കണ്ടാൽ ഒരു ടെൻഷനും അവരുടെ ജീവിതത്തിൽ തോന്നൂല. എല്ലാം എന്ത് ചെയ്യും? തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൽബിന് ഇട്ട് കൊടുക്കുന്ന വലിയ മഹത്വം, ഭാഗ്യമാണ്. കൽബ് എന്ത് ചെയ്യുക? ചില ആൾക്ക് ഇനി എല്ലാം ഉണ്ടാകും, വീടുണ്ടാകും, വസ്തുക്കൾ ഉണ്ടാകും, കാറുകൾ ഉണ്ടാകും, വാഹനങ്ങൾ ഉണ്ടാകും, നല്ല സമ്പാദ്യം ഉണ്ടാകും. പക്ഷേ അതിന് പുറമെ ആവശ്യത്തിലേറെ ടെൻഷനും ഉണ്ടാകും. അവരുടെ ജീവിതത്തിൽ ഈ ഉള്ള സംഗതികളെല്ലാം ഉണ്ടെങ്കിലും ശരി, അതുകൊണ്ടൊന്നും എന്തുണ്ടാവില്ല, ഒരു ബറക്കത്തും ആവശ്യപൂർത്തീകരണം ഉണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ ടെൻഷൻ ടെൻഷൻ ടെൻഷൻ, അവരുടെ പിരിമുറുക്കങ്ങൾ, മാനസിക പ്രയാസങ്ങൾ കാരണം അവരുടെ ജീവിതം ആകെ താറുമാറായി പോകും. ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണ് ഖൽബ് ഖാലിസാക്കുക. നിഷ്കളങ്കമായ, പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത, പിരിമുറുക്കങ്ങളൊന്നും ഇല്ലാത്ത ഖൽബ് അല്ലാഹു നൽകുക എന്നുള്ളത്. ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന മഹത്തായ നേട്ടമാണ്. ഖൽബ് ഖാലിസായ ഖൽബ് അല്ലാഹു നൽകി അനുഗ്രഹിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഖാലിസായ ഖൽബ് കിട്ടിയാലുള്ള ഗുണം എന്താ? നമ്മുടെ ഇബാദത്തുകൾക്ക് നമുക്ക് ശ്രദ്ധയുണ്ടാകും, നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് ശ്രദ്ധയുണ്ടാകും. മറ്റുള്ളവരുടെ പോര്, പിണക്കങ്ങൾ, വഴക്കുകൾ, അടികൾ, കലഹങ്ങൾ, ഇതൊക്കെ നമ്മുടെ കൽബിൽ നിന്ന് മാറിക്കിട്ടും. അസൂയ, കിബർ, കുശുമ്പ് പോലത്തെ മാരക രോഗങ്ങൾ നമ്മുടെ കൽബിൽ നിന്ന് ഒഴിവാകും. കാരണം ഇതിനൊന്നും ആവശ്യമില്ല. കൽബിൽ ശാന്തമാണ്, കൽബ് സമാധാനമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അദ്ദേഹത്തെ കാത്തു രക്ഷിക്കും. ഇതാ പറഞ്ഞതിന്റെ അർത്ഥം, കൽബ് ഖാലിസാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആറാമത്തെ വലിയ നേട്ടം, നമുക്ക് ലഭിക്കാനുള്ള ആറാമത്തെ വലിയ നേട്ടം, നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിന്റെ അഭിലാഷമാണ് നല്ല ഭവനം ലഭിക്കുക. അതായത് ഒരു മുഅ്മിനായ മനുഷ്യനാകട്ടെ, സാധാരണക്കാരാകട്ടെ, ആരായിക്കൊള്ളട്ടെ, അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗമായി അവർ കാണുന്നതാണ് ദുനിയാവിൽ താമസിക്കാൻ ഭാഗ്യമുള്ള ഒരു വീട് ലഭിക്കുക എന്നുള്ളത്. നമുക്ക് കയറി കിടക്കാൻ, നമ്മുടെ കുടുംബത്തിന് കയറാൻ, അതുപോലെ നമുക്ക് ഭാര്യയ്ക്ക്, മക്കൾക്ക്, ഭർത്താവിന് കയറി കിടക്കാൻ നല്ല ബറക്കത്തുള്ള ഒരു വീട് ലഭിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന സംഗതിയാണ്. ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക്
ദുനിയാവിലും ആഖിറത്തിലും ഭവനത്തെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകുന്ന. അതായത് വീടില്ലാത്തവരാണ് ഇത് ചൊല്ലുന്നത് എങ്കിൽ അള്ളാഹു എത്രയും പെട്ടെന്ന് നല്ല ഭവനം അവർക്ക് നൽകി അനുഗ്രഹിക്കും, വീട് നൽകി അനുഗ്രഹിക്കും. വെറുതെ പറയാം, മഹാന്മാരുടെ ജീവിതത്തിൽ ഒട്ടനവധി തവണ അനുഗ്രഹങ്ങൾ ലഭിച്ച മഹത്തുക്കളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. കിട്ടിയ വീട് മുഴുവൻ ദാനം കൊടുത്തൊരു മഹാന്റെ സംഭവം പറയുന്നുണ്ട്. കിട്ടിയ വീടുകൾ മുഴുവൻ ദാനം കൊടുക്കുക. അതായത് അദ്ദേഹം അധ്വാനിച്ച് വീടുണ്ടാക്കി, ആ വീട് ഒരു സാധുവായ മനുഷ്യൻ സ്വതക്ക കൊടുത്തു. അദ്ദേഹത്തിന്റെ മെയിൻ പണി എന്താണ്? ഈ സ്വലാത്ത് പതിവാക്കുക. സ്വലാത്ത് എപ്പോഴും നാവിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാൻ, എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം വെക്കുന്ന വീടുകൾ മുഴുവൻ എന്ത് ചെയ്യുക, ഇങ്ങനെ അദ്ദേഹം സ്വതക്ക കൊടുക്കുക. രണ്ടാമത് വീണ്ടും അദ്ദേഹത്തിന് വീട് ലഭിച്ചു, അതും അദ്ദേഹം ദാനം കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 70 പരം തവണ വീട് ലഭിക്കുകയും അത് ദാനം കൊടുക്കുകയും ചെയ്യാൻ അവസരം ലഭിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. 70 തവണ വീട് വെക്കാൻ. നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ പല തവണയും വീട് വെച്ചിട്ടുണ്ടാവും, വിറ്റിട്ടുണ്ടാവും. എന്റെ ഓർമ്മയിൽ തന്നെ എന്റെ കുടുംബത്തിൽ 3 തവണ എന്തോ വീട് വെച്ച് വിറ്റിട്ടുണ്ട്, 3-4 തവണ. അപ്പൊ അതുപോലെ എന്ത് ചെയ്യും, പലപ്പോഴും നമ്മൾ വീട് വെക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ 70 തവണയൊക്കെ ഒരാൾ വീട് വെക്കുകയും ദാനം കൊടുക്കുകയാണ്, സംഭാവന കൊടുക്കുകയാണ്, വെറുതെ ഹദിയ കൊടുക്കുകയാണ്, വിൽക്കുകയല്ല. വിറ്റ് കാശ് കൊണ്ട് വേറെ വീട് വാങ്ങുകയല്ല, മറിച്ച് സ്വതക്ക കൊടുക്കുകയാണ്. പോട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോട്ടെ. 70 തവണയിൽ പരം എന്ത് ചെയ്തു, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കാൻ അവസരം കിട്ടി. അപ്പൊ വീട് ലഭിക്കുക എന്നുള്ളത് ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന നേട്ടമാണ് എന്ന് മഹത്തുക്കൾ പറയുകയാണ്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇരു ലോകത്തും ഖൈറായ ഭവനം, ബറക്കത്തുള്ള ഭവനം ഇൻഷാ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 7-മതായി കിട്ടുന്ന വലിയൊരു നേട്ടം കൂടെ പറയാം. മരണപ്പെടുന്ന സമയത്ത് ഈമാൻ സലാമത്തായിട്ടല്ലാതെ അയാൾ മരിക്കൂല എന്ന്. ഈമാൻ കാമിലായിട്ടല്ലാതെ കെലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചിട്ടല്ലാതെ ആ വ്യക്തി മരണപ്പെടൂല എന്ന. കെലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് ദഖലൽ ജന്ന എന്ന് പറഞ്ഞ സ്വർഗത്തിൽ കടന്നു എന്ന്. മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെങ്കിലും അവസാനത്തെ കെലിമത്ത്, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമത്തായി കഴിഞ്ഞാൽ ദഖലൽ ജന്ന സദഖ റസൂലുള്ളാഹ്, അദ്ദേഹം സ്വർഗത്തിൽ കടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനി ഒരു പ്രയാസവും നേരിടേണ്ടതില്ല, ഒരു ടെൻഷനും വേണ്ട, സ്വർഗത്തിൽ എൻട്രി ആയിട്ടുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7-മതായി കിട്ടുന്ന വലിയ നേട്ടമാണ്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനി ആഖിറത്തിൽ കിട്ടുന്ന ഒരു 5 നേട്ടം കൂടെ പറഞ്ഞുതരാം. ഇതൊന്നും അല്ല, ഇതിനപ്പുറത്തേക്ക് ഒരുപാട് പറയാനുണ്ട്. എന്നാലും ആഖിറത്തിൽ ലഭിക്കുന്ന, ദുനിയാവിൽ നിന്ന് നമ്മൾ കഴിച്ചിലായി രക്ഷപ്പെട്ടു, ആഖിറത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു 5 വലിയ നേട്ടം കൂടി പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. 1-മത്തെ നേട്ടം, ഖബർ വെളിച്ചമായി കിട്ടും. നമ്മൾ ചെല്ലേണ്ട ആദ്യത്തെ വീടാണ് ഖബർ. ആ ഖബർ വെളിച്ചമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റുള്ള വീട് കിട്ടും ഖബർ, AC ഉള്ള വീട് കിട്ടും ഖബർ. അതുപോലെ തന്നെ നല്ല പട്ടുമെത്ത വിരിച്ച വീട് കിട്ടും ഖബർ. നല്ല വിരിപ്പുകളുള്ള, ഉടയാടകളുള്ള, വസ്ത്രങ്ങളുള്ള വീട് കിട്ടും ഖബർ. നല്ല പ്രകാശപൂരിതമായ, സുഗന്ധപൂരിതമായ വീട് കിട്ടും ഖബർ. ഇങ്ങനെ ഖബർ രക്ഷപ്പെട്ടു കിട്ടാൻ ഈ സ്വലാത്ത് പതിവാക്കിയാൽ മതി എന്ന് മഹാന്മാർ. ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്യുന്ന ഒരു സഹോദരി, അവർ മരണപ്പെട്ടു പോയി. അവർ മരണപ്പെട്ടപ്പോ അവരുടെ ഉമ്മാക്ക് സ്വപ്നത്തിൽ കാണിക്കുകയാണ് എന്ത്, മരണപ്പെട്ട സഹോദരിയുടെ ഖബർ മുഴുവൻ എന്തായിട്ടുണ്ട്, തീ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്തു, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയൊരു പണ്ഡിതന്റെ അടുക്കിലേക്ക് വരികയും ആ പണ്ഡിതനോട് ഇങ്ങനെ വിഷയം പറയുകയും ചെയ്തു. എന്റെ മകളെ ഞാൻ കണ്ടു, പക്ഷെ വല്ലാത്ത വിഷമത്തിലാണ്, എന്താ ചെയ്യേണ്ടത്? ആ ഉമ്മാക്ക് ആ മഹാനവറുകൾ പറഞ്ഞു കൊടുത്ത ഹസനുൽ ബസരി തങ്ങളാണ് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. അദ്ദേഹത്തിന് ആ ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ ഈ സ്വലാത്ത് എന്ത് ചെയ്യണം, സ്ഥിരമായി പതിവാക്കുകയും ആ മകൾക്ക് വേണ്ടി ഹദിയ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ആ ഉമ്മ എന്ത് ചെയ്തു, ഈ പറഞ്ഞ സ്വലാത്ത് അവരുടെ ജീവിതത്തിൽ പതിവാക്കുകയും എല്ലാ ദിവസവും ആ മകളുടെ ഖബറിടത്തിലേക്ക് അത് ഹദിയ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. മറ്റൊരിക്കൽ ആ ഉമ്മ ആ മകളെ സ്വപ്നത്തിൽ കാണുകയാണ്. മകളുടെ ഹാലാകെ മാറിയിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. കത്തിയാളിയിരുന്ന നരകം പ്രകാശപൂരിതമായിട്ടുണ്ട്. നല്ല സുഖാഡംബരങ്ങളിൽ പട്ടുമെത്തയിൽ കിടന്നുറങ്ങുന്ന മകളെ സന്തോഷത്തോടെ കാണാൻ കഴിഞ്ഞപ്പോ ഉമ്മ ആ സന്തോഷം വന്ന ആ മഹാനവറുകളുടെ അടുത്ത് പറഞ്ഞത്, ഇതൊന്നും നമ്മുടെ പവറല്ല, മറിച്ച് നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് അതിനു പറ്റിയ സ്വലാത്താണ് എന്ന. ഖബർ രക്ഷപ്പെട്ടു കിട്ടാൻ പറ്റിയ സ്വലാത്താണ്. 2-മത്തത്, മഹ്ശറിലേക്ക് പോകുന്ന സമയം, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് പോകാൻ കഴിയും. സ്വാലിഹീങ്ങളോടൊപ്പം,
അതായത് നമ്മൾ ആരുടെ കൂടെയാണോ നാളെ മഹ്ശറിൽ എത്തുക, ആരുടെ കൂടെയാണോ നമ്മൾ മഹ്ശറിൽ ഉണ്ടാകുക, അവര് പോകുന്നിടത്തേക്കായിരിക്കും നമ്മൾ പോവുക. സ്വാലിഹീങ്ങളുടെ കൂടെയാണ് നമ്മൾ മഹ്ശറിൽ എത്തുന്നത് എങ്കിൽ, സ്വാലിഹീങ്ങളുടെ കൂടെയാണ് നമ്മൾ മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്നത് എങ്കിൽ അവര് പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഇനി ദുഷ്കർമ്മികളുടെ കൂടെ ആണെങ്കിലോ അവര് പോകുന്ന നരകത്തിലേക്കും പോകേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ മഹ്ശറിലേക്ക് പോകുന്ന സമയം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പോകാൻ കഴിയും. മൂന്നാമത്തത്, മീസാനിൽ നന്മയുടെ ഭാഗത്ത് നന്മതിന്മകൾ തൂക്കുന്ന സമയത്ത് ഈ സ്വലാത്തിനെ അവിടെ പരിഗണിക്കുകയും നന്മയുടെ ഭാഗത്ത് വലിയ കനമുള്ളതായി പർവ്വത സമാനമായി കനം തൂങ്ങുകയും ചെയ്യുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിരുന്നു. നന്മയുടെ ഭാഗത്ത് വലിയ പർവ്വതം കൊണ്ടുവച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ തുലാസിൽ വലിയ പർവ്വതം, മുഹദുബലയോളം വലിയ പർവ്വതം കൊണ്ടുവച്ചാൽ എത്ര കനം കൂടുമോ അതിനേക്കാൾ വലിയ കനം ഈ ഓരോ സ്വലാത്തിനും ഉണ്ടാകുമെന്ന് മഹാന്മാർ പറയുകയാണ്. രക്ഷപ്പെടൂലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാലാമതായി കിട്ടുന്ന നേട്ടം, ആ മനുഷ്യന്റെ കിതാബ്, അദ്ദേഹത്തിന്റെ നന്മതിന്മകൾ എഴുതിയ കിതാബ് ഈ സ്വലാത്ത് കാരണം നന്മയുടെ ഭാഗത്ത് മുൻതൂക്കം നൽകിയിട്ട് വലത് കൈയിൽ കിതാബ് വാങ്ങാനുള്ള ഭാഗ്യം ലഭിക്കുക. നാളെ മഹ്ശറിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചില ആൾക്കാരുണ്ട്. വലത് കൈയിലും ഇടത് കൈയിലും ഒക്കെ കിതാബ് വാങ്ങുന്നവർ. ഇടത് കൈയിൽ കിതാബ് വാങ്ങുന്ന ആളുകൾ നാണക്കേട് കൊണ്ട് പിന്നിലൂടെയാണ് വാങ്ങുക. അവർക്ക് മുന്നിലൂടെ വാങ്ങാൻ കഴിയില്ല. കാരണം ഈ കിതാബിലുള്ളതൊക്കെ വായിക്കാൻ പറയും. ആ വായിക്കുന്ന സമയത്ത് ചെയ്ത തെറ്റുകൾ മുഴുവൻ ഇങ്ങനെ വായിച്ച് വിളിച്ചു പറയേണ്ടി വരും. അപ്പൊ അത് പേടിച്ചിട്ട് എന്ത് ചെയ്യും? പിൻഭാഗത്തിലൂടെ വാങ്ങേണ്ടി വരും. അപ്പൊ അങ്ങനെ നാണം കെട്ട് വാങ്ങുന്ന ആളുകളുണ്ട്. സന്തോഷത്തോടെ മുന്നിലൂടെ വാങ്ങുന്നവരുണ്ട്. 100 മാർക്ക് മേടിച്ച ആള് പരീക്ഷ പേപ്പർ വാങ്ങുന്നത് മതി. ക്ലാസ്സിലെ ടീച്ചർ പരീക്ഷ കഴിഞ്ഞു പേപ്പറൊക്കെ നോക്കിയിട്ട് കൊണ്ടുവന്നു, ഇന്നാലിന്റെ വ്യക്തിക്ക് 100ൽ 100 ഉണ്ട്. ആ മനുഷ്യൻ പോയി, ആ കുട്ടി പോയി, വിദ്യാർത്ഥി പോയി പേപ്പർ വാങ്ങുന്ന എന്ത് സന്തോഷത്തിലായിരിക്കും. അതുപോലെ വലത് കൈയിൽ കിതാബ് വാങ്ങുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ചേർത്ത് മാറാകട്ടെ. കാരണം അവരുടെ നന്മയുടെ ഏടുകൾ മുഴുവൻ പെർഫെക്റ്റ് ആണ്. ഈ സ്വലാത്ത് പതിവാക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ നന്മ മുഴുവൻ, കാരണം എന്തേ? തിന്മ മുഴുവൻ മായ്ക്കപ്പെട്ടു. തിന്മയ്ക്ക് പകരം അള്ളാഹു നന്മ എഴുതിയിട്ടുണ്ട്. പിന്നെന്താ? തിന്മയുടെ പകരം അള്ളാഹു നന്മ എഴുതിയിട്ടുണ്ട്. പിന്നെ അയാൾക്ക് വലത് കയ്യിൽ വാങ്ങിക്കൂടെ? അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകട്ടെ. നമ്മളൊക്കെ ദുആ ഇറക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചാമതായി കിട്ടുന്ന വലിയ നേട്ടം എന്താ? സിറാത്ത് പാലം കടക്കുക, സ്വർഗത്തിൽ കടക്കാം. സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടന്നുപോയി സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഈ ഒരു ചെറിയ സ്വലാത്ത് കൊണ്ട് അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹുവെ ഞങ്ങൾക്ക് അതിനുള്ള അവസരം നൽകണേ. അള്ളാഹു നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഇൻഷാ അള്ളാഹ് ഇന്നു മുതൽ ഞാൻ ഈ പറഞ്ഞ വളരെ നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഈ പറഞ്ഞ സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കിയാൽ കിട്ടുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന 12 നേട്ടങ്ങളാണ്. ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന ചില നേട്ടങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതിലൊക്കെ അപ്പുറം ഒരുപാട് നേട്ടങ്ങൾ മഹത്തുക്കൾ പറഞ്ഞതായി കാണാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കരുതിക്കൊണ്ട്, മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ചൊല്ലാൻ ശ്രമിച്ചാൽ അള്ളാഹു നമ്മളെ കബൂലാക്കുകയും മുത്തുനബി തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. നാളത്തെ മജ്ലിസിലും അതുപോലെ വരാനുള്ള മജ്ലിസുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാലിഹായ അമലായി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.